വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهدي قلبه والله بكل شيء عليم. ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു നമുക്ക് കണക്കാക്കിയിരിക്കുന്ന ആയുസ്സും ജീവിതവും അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ അമല് സ്വാലിഹാത്തുമായി നമ്മൾ ജീവിക്കുവാൻ മറന്നു പോവാതിരിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ തുടക്കുമാറാവട്ടെ. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന സ്വാലിഹാത്തുകൾ, സൽപ്രവർത്തനങ്ങൾ, ആരാധനകൾ, ഇവ കൊണ്ട് നമ്മുടെ മനസ്സിന് ഉണ്ടാവേണ്ട നേട്ടത്തെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഒരു പുണ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഭൗതികമായ നേട്ടം കിട്ടും. ഒരു 100 രൂപ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം ആ ഗുണഭോക്താവിന് കിട്ടും. അവിടം കൊണ്ട് അത് മതിയാവാൻ അല്ലെങ്കിൽ അവസാനിക്കാൻ പാടില്ല. അതിനേക്കാളും വലിയ നേട്ടം നമുക്കാണ് കിട്ടേണ്ടത് പരലോകത്ത്. ഈ ലോകത്താവട്ടെ ആ നേട്ടം വരുന്നത് നമ്മളുടെ മനസ്സ് എത്ര കണ്ട് വൃത്തിയായിരിക്കുന്നു, എത്ര കണ്ട് ഉദാരമാണ്, എത്ര കണ്ട് റഹ്മത്തിൻ്റെ ചിന്ത അതിലുണ്ട് എന്നത് ഉറപ്പ് വരുത്താനായിരിക്കണം ആ ഒരു സ്വതക്ക ഉപകരിക്കേണ്ടത്. അങ്ങനെ മനസ്സിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്ത് വെക്കുക. മനസ്സിൽ തട്ടാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പേരമക്കളെ എടുത്ത് ഉമ്മ വെക്കുന്നത് ഗ്രാമീണരായ ഒരു മനുഷ്യൻ കാണുകയുണ്ടായി. അയാൾ പറഞ്ഞു, ഞങ്ങളൊന്നും കുട്ടികളെ ഇങ്ങനെ എടുത്ത് താലോലിച്ച് ഉമ്മ വെക്കാറില്ല. റസൂലുള്ള ഉടനെ പ്രതികരിച്ചു, അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പം റഹ്മത്ത് എന്ന വികാരം അവനവന് സ്വന്തം ഉണ്ടാവേണ്ടതാണ്. കാരുണ്യബോധം, ഉദാരമായ മനസ്ഥിതി, അത് മറ്റൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് ഉണ്ടാവുക? നാം ചെയ്യുന്ന ഓരോ പുണ്യങ്ങളുടെയും ഈ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന നേട്ടം മനസ്സിൻ്റെ വൃത്തിയും മനസ്സിൻ്റെ വിശാലതയുമായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല, എനിക്കത് വേണ്ട എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിൻ്റെയും പിന്നിലുള്ള വികാരം, താല്പര്യം ഇങ്ങനെ തന്നെയായിരിക്കണം. അത് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൽ ലക. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം മാറ്റിവെച്ചു എന്ന് വിചാരിക്കുക. അത് വേണ്ട, അള്ളാഹുവിന് ഇഷ്ടമില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ സ്വന്തത്തോട് തീരുമാനിച്ചു എന്ന് വെക്കുക. എങ്കിൽ അതിൻ്റെ നേട്ടം, അതിൻ്റെ ഇഫക്റ്റ് പിന്നീട് എങ്ങനെയാണ് വരിക? നിങ്ങൾ എന്താണോ മാറ്റിവെക്കാൻ വിചാരിച്ചത് അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് അനുവദിക്കും. ഇല്ലാ ബദ്ദലകല്ലാഹു മാ ഹുവ ഖൈറുൻ മിൻഹു.
നമ്മളൊരു പക്ഷേ വേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ ചെറിയ ഒരു നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. 1, 2, 3 ദിവസത്തെ ലാഭമേ ഉണ്ടാവുകയുള്ളൂ. പടച്ചവന് പൊരുത്തമില്ലാത്തത് കൊണ്ട് മാറ്റിവെച്ചത് കൊണ്ടോ പിന്നെ നമുക്ക് വരുന്ന റിട്ടേൺ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. അത് പെട്ടെന്ന് കിട്ടണമെന്നില്ല, ഒരു പക്ഷേ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ എന്ത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിലും അതിൻ്റെ 10 മടങ്ങോ അതിൻ്റെയും 10 മടങ്ങോ നമ്മിലേക്ക് എന്തെങ്കിലുമായിട്ട് തിരിച്ചു വരും. അതും മനസ്സിനെന്ത് ചെയ്യുന്നു? ആശ്വാസം കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് നമുക്ക് ഈ ലോകത്ത് ഭൗതികമായിട്ട് നേട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനേക്കാളേറെ അതെല്ലാം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് ശേഖരിച്ച് നിക്ഷേപമായി എൻ്റെ ജീവിതത്തിലുണ്ടാകും. എൻ്റെ അക്കൗണ്ട് ഒരിക്കലും കാലിയാവുകയില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. നമ്മൾ ATM കാർഡുമായിട്ട് ബാങ്കിൽ പണം പിൻവലിക്കാൻ പോവാറുണ്ട്. ATM കാർഡുണ്ട് എന്നത് ഒരു ധൈര്യമാണ്. പക്ഷേ അക്കൗണ്ടിൽ പണമില്ലെങ്കിലോ ആ കാർഡ് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമുക്കൊരുപാട് പിൻവലിക്കേണ്ടി വരും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുപാട് അല്ലാഹുവിൻ്റെ നിയമത്തുകൾ കിട്ടിക്കൊണ്ടേയിരിക്കണം. ആ നിയമത്തുകൾ പിൻവലിക്കാനുള്ള ATM ആണ് നമ്മളുടെ അമലുസ്വാലിഹാത്ത്. അമലുസ്വാലിഹാത്ത് എന്ന നിക്ഷേപമില്ലെങ്കിൽ പിന്നെ നമുക്കൊരിക്കലും ഒരു നിയമത്തും വിചാരിച്ച പോലെ കിട്ടുകയില്ല. എനിക്ക് ഒരിക്കലും പേടിക്കേണ്ടി വരികയില്ല. ഏത് യാത്രയിലും ഈ കാർഡുണ്ടെങ്കിൽ എനിക്ക് പണം കിട്ടും എന്ന ധൈര്യം ജീവിതത്തിലുണ്ടാവണമെങ്കിൽ, അള്ളാഹു കൈവടിയുകയില്ല എന്ന ധൈര്യം ഉറപ്പാവണമെങ്കിൽ അമലുസ്വാലിഹാത്ത് മനസ്സിൽ സൂക്ഷിക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇതിൻ്റെ നല്ല ഒരു വിശദീകരണമാണ് വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കുന്നത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കൽബിന് അഥവാ മനസ്സിന് അള്ളാഹു ഹിദായത്ത് നൽകും. അള്ളാഹു ഹിദായത്ത് നൽകുക എന്ന് പറഞ്ഞാൽ പല വഴിക്കാണ്. അറിവിലൂടെ, ബുദ്ധിയിലൂടെ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ ഉണ്ടാകും. ആദ്യമായിട്ട് ഒരാൾക്ക് ഹിദായത്ത് ലഭിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള മാനദണ്ഡം എന്താണ്? മനസ്സിലേക്ക് നോക്കുക, കൽബിലേക്ക് നോക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ അതിൻ്റെ ഒന്നാമത്തെ ഇഫക്റ്റ്, നേട്ടമായിട്ട് കൽബിൻ നല്ല ധർമ്മ വിചാരം ഉണ്ടായിരിക്കും. അതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം മാത്രമാകുന്നു എന്നർത്ഥം. എപ്പോഴാണ് ഈമാൻ പോവുക, മനസ്സ് കേടുവരിക, വേണ്ടാത്തത് മനസ്സിലേക്ക് കയറി വരിക? എപ്പോഴാണ്? നമുക്ക് അശുഭകരമായ, പ്രയാസകരമായ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. അപ്പോഴും നമ്മൾ നമ്മളെ പഴിക്കും, മറ്റുള്ളവരെ ശകാരിക്കും, എല്ലാവരോടും അമർഷമാകും, കണ്ണിൽ കാണുന്നതെല്ലാം വെറുപ്പാകും. അത് ആദ്യം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഖുർആൻ ഇക്കാര്യം പറയുന്നത്. എന്ത് മുസീബത്തുണ്ടെങ്കിലും ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് സകല കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നത്. അത് ഒരു അടിത്തറയാണ്. എനിക്ക് എന്തുണ്ടായാലും പ്രശ്നമില്ല, അതിൻ്റെ പിന്നിൽ എന്നേക്കാളും ശക്തനായ, കഴിവുള്ളവനായ അള്ളാഹു ഉണ്ട് എന്നത് ഒരു വലിയ ധൈര്യമാണ് നൽകുന്നത്. ആ ധൈര്യമാണ് പിന്നീട് കൽബിലുണ്ടാവേണ്ട യഹ്ദി ഖൽബഹു, കൽബിലുണ്ടാവേണ്ട ഹിദായത്തായിട്ട്, ഈമാനായിട്ട് നമുക്ക് വലുതാക്കാനും വികസിപ്പിക്കാനും സാധിക്കുന്നത്. താബികളിൽപ്പെട്ട ഒരു പ്രധാനിയാണ് ബിലാൽ ഇബ്നു സഅദ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ വാക്കും ഇതിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞത്, യഅലമു അന്നക്കും തഅമലൂന ഫീ അയ്യാമിൻ ഖിസാർ ലി അയ്യാമിൻ തിവാൽ. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഇവിടെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഇടവേളയിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ? ലി അയ്യാമിൻ തിവാൽ, സുദീർഘമായ, ദൈർഘ്യമേറിയ, ഒരിക്കലും അവസാനിക്കാത്ത നാളുകൾ വരാനുണ്ട്.
അതിലേക്കാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ. നമ്മുടെ ആയുസ് അതിന് മാത്രമേയുള്ളൂ. എത്ര ദീർഘമായി ജീവിക്കാൻ കഴിഞ്ഞാലും പരലോകത്തേക്ക് മരണാനന്തരം വരാനിരിക്കുന്ന ദൈർഘ്യമേറിയ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇവിടെ അയ്യാമുൻ ഖിസ്വാർ, ചെറിയ വളരെ ഹ്രസ്വമായ സമയം മാത്രമാണ്. അപ്പോൾ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ വലിയ വലിയ നാളുകളിലേക്ക്, ദീർഘമേറിയ ദിവസത്തിലേക്ക് നമുക്ക് ഉപകരിക്കണമെന്നർത്ഥം. കുറച്ച് സമയം മതി ഒരാളുടെ കഴിവ് എത്രയുണ്ട് എന്ന് പരിശോധിക്കാൻ. സ്കൂളിൽ കോളേജിൽ 3-4 വർഷം പഠിച്ചിരിക്കുന്ന ഒരു കുട്ടി ആ വിദ്യാർത്ഥിയുടെ കഴിവ് പരിശോധിക്കുന്നത് പിന്നെ വരുന്ന 2-3 മണിക്കൂർ നേരത്തെ ഒരു പരീക്ഷ, എക്സാമിലൂടെയാണ്. അപ്പോൾ 3 വർഷം പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നറിയാൻ എത്ര മണിക്കൂർ മതി? 2-3 മണിക്കൂർ മതി. അതുതന്നെയാണ് വിശ്വാസി എന്ന നിലക്ക് നമ്മുടെയും അവസ്ഥ. വരാനിരിക്കുന്നത് ദീർഘമായ കാലമാണ്. അതിലേക്ക് ഈ പറഞ്ഞ 2-3 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ ആയുസ് കൊണ്ട് വരാനിരിക്കുന്ന നാളുകളെ നമുക്ക് ധന്യമാക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെയും അർത്ഥം. മറ്റൊരു ഭാഗമാണ് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിനെ സംസ്കരിക്കുക, ശുദ്ധമാക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് മോശമായ, ചീത്തയായ എല്ലാ പ്രവർത്തനങ്ങളോടും മനസ്സിൽ ഒരു വിരുദ്ധ ഭാവം ഒരിക്കലും ചെയ്യാൻ പാടില്ല, അടുക്കാൻ പാടില്ല എന്ന ഭാവം ഉണ്ടാക്കുക. പലപ്പോഴും കാലം മാറും തോറും ഓരോ മുങ്കറാത്തുകൾ, തിന്മകൾ, നിഷിദ്ധങ്ങൾ, മോശമായ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് എതിർക്കണം, വിമർശിക്കണം, പറ്റൂല എന്ന് പറയണം എന്നൊക്കെയാണെങ്കിലും മനസ്സ് അതിന് തിടുക്കം കൂട്ടുമെങ്കിലും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വിശ്വാസിയുടെ കൽബ് ഒരു തെറ്റും ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ മനസ്സ് ഒരു കാലം വന്നാൽ കൽബ് ഒരുകിപ്പോകും, അലിഞ്ഞു പോകും. എങ്ങനെ? കമാ യദൂബുൽ മിൽഹു ഫിൽ മായി, വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ മനസ്സ് അലിഞ്ഞു പോകും. അപ്പോഴാരോ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യറാ മിനൽ മുൻകരി വലാ യസ്തതീഉ തഗയ്യുറഹു. മുങ്കറാത്തുകൾ ഒരുപാട് കാണുന്നു, ചെയ്യാൻ പാടില്ലാത്ത ആഭാസങ്ങളും മോശമായ കാര്യങ്ങളും അവിടെയും ഇവിടെയും ഒരുപാട് കാണുന്നു. പക്ഷേ പറയാൻ ധൈര്യമില്ല. പറഞ്ഞാൽ പറയുന്നവൻ കുറ്റക്കാരനാവുന്ന കാലഘട്ടമാണ്. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും സംശയാസ്പദമായ രൂപത്തിൽ നടന്നു പോകുന്നത് കണ്ടാൽ മോളെ അത് പാടില്ല, മോനെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടും, പിടിക്കപ്പെടുന്നതോ നമ്മളായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വളരെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് തടയാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അതിൽ ഒരു ഇൻകാർ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാലും തെറ്റുകൾക്ക് നേരെ വളരെ ശക്തമായ ഒരു സമീപനം ഹൃദയം കൊണ്ട് ഈമാനിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പരമാവധി പറയാം, തെർബിയത്ത്, കുട്ടികൾക്ക്, കുടുംബങ്ങൾക്ക് എല്ലാം കൊടുക്കേണ്ട തെർബിയത്ത് അങ്ങനെ ആക്കാം. തെർബിയത്തിലൂടെ മാത്രമേ ഈ പറഞ്ഞ നിഷിദ്ധങ്ങളിൽ നിന്നും ആഭാസങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ തടഞ്ഞു നിർത്തുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ സൽപ്രവർത്തനങ്ങളാണ് പ്രധാനം. അതിൻ്റെ പ്രചോദനമായിട്ട് ഈമാൻ പിന്നിൽ വേണം. അതെല്ലാം ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ വിശാലമായ മനസ്സും വേണം. എങ്കിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് നല്ല ഒരു നിക്ഷേപവുമായിട്ട്, എത്ര പിൻവലിച്ചാലും തീരാത്ത നിക്ഷേപവുമായിട്ട് അള്ളാഹുവിനെ നമുക്ക് സമീപിക്കാൻ പറ്റും. അള്ളാഹുവെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون. മനസ്സിനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിലേക്ക് ആ ഭാഗം ഒന്നുകൂടി ഊന്നി പറയുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശവും നമ്മൾ കേൾക്കുക. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടാണ് നബി പറയുന്നത്, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ ഫഫഅൽ. അനസിനോട് പറയുന്നത്, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും സബാഹ് മസാ നീ നിന്റെ മനസ്സിനെ പരിശോധിക്കുക, ഖൽബ്. അതിൽ എന്തെങ്കിലും ആരോടെങ്കിലും എപ്പോഴെങ്കിലും അമർഷം നിന്റെ മനസ്സിൽ ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക. എപ്പോഴും ഓരോ 12 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരവും മനസ്സിനെ ചികിത്സിക്കാൻ പറ്റിയ നല്ല ഒരു ചികിത്സാ മുറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ രോഗം വന്ന് ചികിത്സിക്കാനായി ഡോക്ടറെ കാണുമ്പോൾ ഇത്ര ഗുളിക ഉച്ചക്ക് രാവിലെ രാത്രി 2 നേരം പറയുന്നു. അതുപോലെ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിനെ സംസ്കരിക്കാനും ചികിത്സിക്കാനും രാവിലെയും വൈകുന്നേരവുമുള്ള ഒരു പരിശോധന ആവശ്യമാണ്. ആരോടെങ്കിലും അമർഷം, അസൂയ, പക എൻ്റെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ താഴ്ത്ത് വെക്കുക. ഒന്നുമില്ലാത്ത ശൂന്യമായ കാലിയായ മനസ്സുമായിട്ട് ഉറങ്ങാൻ കിടക്കുക. രാവിലെയും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ സൽപ്രവർത്തനങ്ങളും ഈമാനും നിക്ഷേപമായിട്ട് മനസ്സിലുണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ മനസ്സിലുണ്ടാവാൻ പാടില്ലാത്തതൊക്കെ ആദ്യം പുറത്തേക്ക് എടുത്തേക്കണം. ഒരേ സമയത്ത് രണ്ടും കൂടി മനസ്സിൽ കൊള്ളുകയില്ല. ഏതെങ്കിലും ഒന്നേ പറ്റുകയുള്ളൂ. ഒന്നുകിൽ എല്ലാവരോടും അമർഷവും പകയും വിദ്വേഷവുമായിട്ട് മനസ്സ് പൊട്ടിത്തെറിക്കുന്ന രൂപത്തിൽ നടക്കാം. അങ്ങനെയാവുമ്പോൾ പുണ്യവും ഈമാനും മറ്റു സ്ഥലങ്ങൾ നോക്കിപ്പോകും. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അമലുസ്വാലിഹാത്തുകൾ നിക്ഷേപമാവുന്ന രൂപത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ അതിനോട് പൊരുത്തപ്പെടാത്ത ഒരു സംഗതിയും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ഈ ഉപദേശത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെയും അദ്ദേഹം തുടർന്ന് പറഞ്ഞു, യാ ബുനയ്യ വദാലിക മിൻ സുന്നത്തി. അനസേ, അതാണ് എൻ്റെ സുന്നത്ത്. റസൂലുള്ളാഹിയുടെ ഒരു പ്രവാചകൻ എന്ന നിലക്ക്, നബി എന്ന നിലക്ക് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള സുന്നത്ത്, ചര്യ, മാതൃക അതാണ്. എൻ്റെ സുന്നത്ത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ അവന് എന്നോടൊപ്പം സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം സമാപിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോകത്ത് ഈ ദുന്യാവിൽ പല ആളുകളുമായിരിക്കും. ദുന്യാവിൽ നമുക്ക് ലഭിക്കാവുന്ന പല ഡെസിഗ്നേഷൻ, സ്ഥാനമാനങ്ങളുമുണ്ട്. പക്ഷേ അവയെല്ലാം മാറ്റി നിർത്തിയാൽ നമ്മൾ ആരാണ്? ഈ പറഞ്ഞ നല്ല മനസ്സ് അല്ലെങ്കിൽ ചീത്ത മനസ്സുള്ള ആളായിരിക്കും. എപ്പോഴും ഇവിടുന്ന് യാത്ര പോകുമ്പോൾ. ഈ ചെസ് കളിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ കുറേ കരുക്കളുണ്ട്. ഓരോ കരുവിനും പേരുണ്ട്. രാജാവ്, മന്ത്രി, ബിഷപ്പ്, അങ്ങനെയൊക്കെയുണ്ട്. ഈ രാജാവും മന്ത്രിയൊക്കെ എപ്പോഴാണ് ആവുന്നത്? ആ കളിക്കുന്ന 1-2 മണിക്കൂർ നേരത്തേക്കാണ് ആ പേര് അവർക്കുള്ളത്. കളി കഴിഞ്ഞ് എല്ലാം പെറുക്കിക്കൂട്ടി പെട്ടിയിലിട്ടാലോ പിന്നെ രാജാവില്ല, മന്ത്രിയില്ല, കലക്ടറില്ല, ആരുമില്ല. ഇതാണ് നമ്മുടെയും അവസ്ഥ. നമ്മളൊരു പക്ഷേ മന്ത്രിയായിരിക്കാം, കലക്ടറായിരിക്കാം, ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കാം, ആരോ ആയിരിക്കാം. പക്ഷേ അതെല്ലാം തൽക്കാലത്തേക്ക് മാത്രം. ആ തൽക്കാലം എന്ന കാലപരിധി അവസാനിച്ചാൽ ഒരു പെട്ടിയിലാക്കി
നമ്മളങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? ഈ പറഞ്ഞ വൃത്തിയുള്ള മനസ്സ് അല്ലെങ്കിൽ മോശമായ മനസ്സ്. വൃത്തിയുള്ള മനസ്സിൽ ഒരുപാട് നിക്ഷേപങ്ങൾ, മോശമായ മനസ്സിൽ ഒരുപാട് ശിക്ഷകളും പ്രയാസങ്ങളും. അതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് പ്രധാനം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതും കൂടി നമ്മൾ കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, അൽ യൗം അൽ അമൽ വലാ ഹിസാബ. ഇന്ന് ജോലി ചെയ്യുവാനുള്ള, അമല് ചെയ്യുവാനുള്ള സന്ദർഭമാണ്. വലാ ഹിസാബ്, ആരും നിങ്ങൾ ചോദിക്കാൻ വരില്ല. നീ എത്ര ചെയ്തു, എന്ത് ചെയ്തു, ഒന്നും നിങ്ങളോട് ആരും ചോദിക്കാൻ വരികയില്ല. കണക്കെടുപ്പിന് ഇവിടെ ആരും വരികയില്ല. വഗദൻ, നാളെ അൽ ജസാ, പ്രതിഫലം കിട്ടും ദിവസം. വലാ അമൽ, പ്രവർത്തിക്കാൻ ഇടമില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരു പ്രതിഫലം നാളെ അനുഭവിക്കാം. അത് തിരുത്താനുള്ള പ്രവർത്തന കാലയളവ് നാളെ വകവെച്ച് കിട്ടുകയുമില്ല. ഇന്ന് നമുക്ക് ലഭിച്ചത് പ്രവർത്തിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. എന്തിനു വേണ്ടി? നാളെ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിനും പുണ്യത്തിനും സ്വർഗത്തിനും വേണ്ടി. ഇവിടെ ലഭിച്ചിരിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾ പറഞ്ഞ പോലെ തൽക്കാലത്തേക്കുള്ള ചില പേരുകളും ബഹുമാനങ്ങളും ആദരവുകളുമാകുന്നു എന്നും നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു നമ്മയെല്ലാം അവൻ്റെ എല്ലാവിധ ബർക്കത്തും റഹ്മത്തും നിഅമത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളമായി പുണ്യങ്ങൾ ചെയ്യാൻ പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ജീവിതത്തിലുണ്ടായ എല്ലാ വൈകല്യങ്ങളും എല്ലാ പോരായ്മകളും നിനക്ക് മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ പടച്ചവനെ. എല്ലാ വൈകല്യങ്ങളെയും പരിഹരിച്ചുകൊണ്ട് തൽസ്ഥാനത്ത് പുണ്യം സ്വീകരിച്ചുകൊണ്ടും പടച്ചവനെ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. അല്ലാഹു നമ്മുടെ മനസ്സിലും ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളിലുമൊക്കെ അവൻ്റെ നല്ല നീയത്തും വിചാരവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഓരോ സങ്കടങ്ങളും ഒക്കെ നന്നായി അറിയുന്നവൻ പടച്ചവൻ മാത്രമാണ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണമേ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് ഞങ്ങളിൽ നീ കാരുണ്യം വർഷിക്കണമേ. നമ്മുടെ കഴിഞ്ഞുപോയ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അല്ലാഹു പുറത്തു കൊടുത്ത് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.